friends, assalamu alaikum. നമസ്കാരം. ഇന്നത്തേത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പം ഇന്നത്തെ ദിവസം നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡീപ് ക്ലീനിങ് ആണ് കേട്ടോ. നോമ്പൊക്കെ വരാനായി ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, ഒരു മാസം പോലും ഇല്ല. അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേഗത്തിൽ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ റെഡിയാക്കാന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ തലേദിവസം കുറച്ച് കാര്യങ്ങളൊക്കെ നല്ലോണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇഡ്ഡലിയാണ് ബ്രേക്ക്ഫാസ്റ്റിന്, പിന്നെ വേറെ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഫാസ്റ്റ് ആയിട്ട് നമുക്ക് അതൊക്കെ റെഡിയാക്കിയിട്ട് ഡീപ് ക്ലീനിങ്ങിലേക്ക് പോവാം. പിന്നെ അതുമല്ല ഉച്ചയ്ക്ക് ശേഷം എനിക്കൊരു പ്രോഗ്രാം ഉണ്ട്, വുമൻസ് ഡേയുടെ ഭാഗമായിട്ടൊരു പ്രോഗ്രാമും കൂടെ ഉണ്ട്. ഇന്ന് നല്ലൊരു ബിസി ഡേ ആണ്. അപ്പം എന്തായാലും നമുക്ക് വേഗത്തിൽ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ റെഡിയാക്കാം. അപ്പോൾ ഇതാ നമ്മളുടെ ഇഡലി മാവൊക്കെ നല്ലോണം പൊങ്ങി നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തലേദിവസം രാത്രി നമ്മൾ ഒക്കെ റെഡിയാക്കി വെച്ചതായിരുന്നു. ചട്നിക്ക് വേണ്ടിയിട്ടുള്ളതും അതുപോലെ ലഞ്ചിനുള്ള ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ളതും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ള ചട്നിയിലേക്കുള്ള ഒന്ന് അരച്ചെടുക്കുകയാണ്. അതുപോലെ തന്നെ അതിലേക്കുള്ള തക്കാളി ചട്നി റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ളതും തലേദിവസം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതും ഒന്ന് അരച്ചെടുക്കണം. പിന്നെ അസ്കർക്കാർക്കും മക്കൾക്കൊക്കെ സ്കൂളും കോളേജൊക്കെ ഉള്ള ദിവസം കൂടെയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇത്രയും നേരത്തെ തന്നെ ലഞ്ചിൻ്റെ കാര്യങ്ങളും ഒക്കെ റെഡിയാക്കുന്നത്. അപ്പോൾ ഇതാ തേങ്ങാ ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇതിനിടയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നുണ്ട്. മക്കളും സ്കൂളിലേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കൊടുക്കുന്നുണ്ട്. അവർ രണ്ടുപേരും സ്കൂളിലേക്ക് ലഞ്ചിന് ഇഡ്ഡലി തന്നെയാണ് കേട്ടോ കൊണ്ടുപോയത്. അവർക്ക് അത് മതി എന്ന് പറഞ്ഞിട്ട് അവർ ഇഡ്ഡലിയാണ് കൊണ്ടുപോയത്. ഇന്ന് ഷെയ്സിന് ക്ലാസ് ഇല്ല കേട്ടോ. ഷെയ്സിന് ക്ലാസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവനെ എണീപ്പിക്കാനും കുളിപ്പിക്കാനൊക്കെ നല്ലൊരു പണിയാണ് കേട്ടോ. അങ്ങനെ കുട്ടികളെ പറഞ്ഞേക്കാനുള്ള ആ ഒരു തിരക്ക് കഴിഞ്ഞു. ഇനി അസ്കർഖാനെ പറഞ്ഞേക്കണം. അസ്കർക്കാക്കുള്ള ലഞ്ച് ബോക്സ് റെഡിയാക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളിലാണ്. കാണാൻ വേണ്ടി സ്കൂളിൽ വെക്കുന്ന അങ്ങനെ അസ്കർക്കയും പോയി. ഇനി കിച്ചണൊക്കെ ഒന്ന് വേഗത്തിൽ ക്ലീൻ ചെയ്യട്ടെ. അതിനിടയിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ.
അപ്പോൾ ഷെയ്സ് ഇത് അവിടെ രണ്ടാമത് ഇഡ്ഡലി കഴിക്കുന്നുണ്ട്, അവന് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. നോമ്പൊക്കെ ആയിട്ട് എല്ലാവരും ഡീപ് ക്ലീനിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ഞാനിന്ന് മക്കളുടെ കബോർഡ് ഒന്ന് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ ഷുഗർ ടൈയുടെ വുമൻസ് ഡേയുടെ ഭാഗമായിട്ട് ഒരു പ്രോഗ്രാമും ഉണ്ട്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് റിലാക്സ് ആയിട്ട് ഇതൊന്ന് ചെയ്യാന്ന് വിചാരിച്ചു. വേറെ പണികളൊന്നും എടുക്കാനുള്ള ഒരു സമയം ഉണ്ടാവില്ല. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു പരിപാടി തുടങ്ങാം. ഇവരുടെ ഡ്രസ്സുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഷെയ്സിന്റെ പഴയ ഡ്രസ്സൊക്കെ ഷെയ്സിന് കേടുവരാത്ത ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഷെയ്സിന് ഇട്ട് കൊടുക്കും. അങ്ങനെ കൈമാറി വരുന്ന ഷെയ്സിന്റെ പഴയ ഡ്രസ്സുകളൊക്കെ ഷെയ്സിന്റെ ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ ഷെയ്സിന് കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യല്. അങ്ങനെ വേഗത്തിലൊന്നും എടുത്ത് കളയൊന്നുമില്ല. അങ്ങനെ കീറി ഒക്കെ ചെയ്താലേ ഉള്ളൂ നമ്മൾ ഒഴിവാക്കല്. അപ്പം ചിലരൊക്കെ ചോദിക്കലുണ്ട് പഴയ ഡ്രസ്സ് എന്താ ചെയ്യല്, നമുക്ക് തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മള് അങ്ങനത്തെ ഡ്രസ്സുകൾ നമുക്ക് ഇവിടെ തന്നെ ഇവരുടെ ബ്രദേഴ്സിന്റെ മക്കളൊക്കെ ഉള്ളപ്പോഴ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ടൊക്കെ ഇട്ടിട്ടും ഒരാൾക്ക് വലിപ്പം കുറഞ്ഞത് ഒരാൾക്ക് കൊടുത്തിട്ടും അങ്ങനെയൊക്കെ ചെയ്യല് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് വെറുതെ കളയലൊന്നുമില്ല. കബോർഡ് ശരിയാക്കുന്നത് നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ അധികം പണിയുള്ളൊരു പണിയല്ല. പക്ഷെ നമ്മളത് ചിന്തിച്ച് നമുക്ക് അതിനാണ് ഏറ്റവും കൂടുതൽ സമയം വേണ്ടത്. തുടങ്ങിക്കഴിഞ്ഞാൽ വേഗത്തിൽ കഴിയുകയും ചെയ്യും. അങ്ങനെ ഷെയ്സിൻ്റെ ഡ്രസ്സൊക്കെ ഇതാ മടക്കി വെച്ച് കഴിഞ്ഞു. ഇനി ഷെസിൻ്റെതും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. ഈ ഒരു അലമാരയിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സുകളാണ് കേട്ടോ വെക്കൽ. അതുകൊണ്ട് തന്നെ അത് എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ട് തന്നെ നിൽക്കണം, വേഗത്തിൽ അലങ്കോലപ്പെടും. അങ്ങനെ അതിന് ശേഷം പിന്നെ ചോറൊക്കെ കഴിച്ചതിന് ശേഷം 2:30 ആകുമ്പോഴാണ് കേട്ടോ ഷുഗർ ടൈയുടെ പ്രോഗ്രാമിന് പോണത്. അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രസ്സാണ് ഇടുന്നത്. അപ്പോൾ ഇതൊരു 8-9 വർഷം പഴക്കമുള്ള ഒരു സാരിയാണ്. ഞാൻ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു സാരിയാണ് കേട്ടോ, ഒരു ധാവണി ടൈപ്പ് സാരിയാണ്. അപ്പോൾ ഈ ഒരു അണ്ടർ സ്കേർട്ടിൽ ഇത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്ലീറ്റ്സ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് അവിടെ ഫിക്സ് ആക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ നല്ല ഈസിയാണത് നമുക്ക് ഇടാൻ വേണ്ടിയിട്ടും. അതുപോലെ തന്നെ ഇട്ട് കഴിഞ്ഞാലും അങ്ങനെ സാരി എടുത്തിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇതിൽ ഈ സ്റ്റോൺസൊക്കെ ഞാൻ വെച്ച് കൊടുത്താണ്. അപ്പോൾ ഇതാണ് ആ ഒരു ധാവണി പോർഷന് ഇതാണ്. അപ്പോൾ ഞാൻ കുറേ മുന്നത്തെ ഒരു വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ബ്ലൗസ്. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു സാരി എടുത്തു കഴിഞ്ഞാൽ വരിക. പ്ലീറ്റ്സൊക്കെ നല്ലോണം കാണുകയും ചെയ്യും, എന്നാൽ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടില്ല. അതാണ് ഞാൻ റെഡി ആയിട്ട് പോവുകയാണ്. ഷുഗർ ടൈ നടത്തുന്ന ഒരു വുമൻസ് ഡേ പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോണത്. അപ്പം അതിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്നത് ബഡായ് ബംഗ്ലാവിലെ ആര്യയാണ് കേട്ടോ. അപ്പം ഇതാ ഇവിടെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. മലപ്പുറത്ത് തന്നെ ടൗണിൽ തന്നെയാണ് ഈ ഒരു ഹാള്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഈ ഒരു പ്രോഗ്രാം. അപ്പം ഇതാ ആര്യ വന്നിട്ടുണ്ട്. ഈ ഒരു ദിവസം വേൾഡ് വൈഡ് കൊണ്ടു സ്വന്തം ഹാർഡ് വർക്ക് കൊണ്ടു she made thank you so much for coming here and thank you and today she is introducing ഷുഗർ ടൈ to the world. ഷുഗർ ടൈ എന്ന് പറയുന്നത് മലപ്പുറത്ത് ഫേമസ് ആയിട്ടുള്ള ഒരു ഡെസേർട്ട് ഷോപ്പാണ് കേട്ടോ. അവർ അടിപൊളിയായിട്ട് ഡെസേർട്ടും കേക്ക്സും ഒക്കെ ബേക്ക് ചെയ്ത് കൊടുക്കും. അവരുടെ പേജൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ അവർ കണ്ടക്ട് ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണിത്. മെയിൻ ക്യാരക്ടർ എന്ന് തന്നെ നമുക്ക് പറയാം. നമ്മുടെ എല്ലാവരെയും മെയിൻ അടിപൊളി എല്ലാവരുടെയും പ്രിയങ്കരനായ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. She is truly an amazing inspiration for all of us.
so much. Reject one something. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.